നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴ പ്രകൃതി ഭംഗിയാൽ പ്രശോഭിതമാണ്. ഈ പ്രദേശം കാടുണ്ട്, മലയുണ്ട്, തോടുണ്ട്, പുഴയുണ്ട്, ഉദ്യാനമുണ്ട്. കാണാൻ ഒത്തിരി കാര്യങ്ങൾ മലമ്പുഴയിലുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാൻ ഹോം സ്റ്റേ ഉണ്ട്. കുന്നേൽ ഹോം സ്റ്റേ. പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇവിടെ കഴിയാം. പ്രത്യേക പാക്കേജുകളിലൂടെയാണ് ഈ ഹോം സ്റ്റേ ഇവിടെ പ്രവർത്തിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. മലമ്പുഴ കവാടം, മലമ്പുഴ ഡാമിൻ്റെ എൻട്രൻസ് കവാടത്തിൽ നിന്നും കഞ്ചിക്കോട് റോഡിൽ സ്നേക്ക് പാർക്കിൻ്റെ അതിലൂടെ പോകുമ്പോൾ KTDC ഉണ്ട്. KTDCയുടെ അവിടെ നിന്ന് ഫസ്റ്റ് റൈറ്റ് കാണുന്ന റോഡിൽ പോകുമ്പോൾ കുന്നേൽ ഹോം സ്റ്റേയിലേക്കുള്ള വഴിയാണത്. അവിടെ നിന്ന് 1 കിലോമീറ്റർ, KTDCയുടെ അവിടെ നിന്ന് 1 കിലോമീറ്ററാണ് കുന്നേൽ ഹോം സ്റ്റേയിലേക്കുള്ള വഴി. നമുക്ക് അങ്ങോട്ട് പോയേക്കാം കേട്ടോ. പോരെ. മലമ്പുഴ ഉദ്യാനത്തിൻ്റെ കവാടത്തിൽ നിന്നും നമ്മൾ വലതുവശത്തേക്ക്, അതായത് കഞ്ചിക്കോട്ട് റൂട്ടിലേക്ക് പോകുന്നു. ഇപ്പോൾ നമ്മൾ സ്നേക്ക് പാർക്കിൻ്റെ മുന്നിലൂടെയാണ് കടന്നു പോകുന്നത്. വളരെ ശാന്തമായ യാത്ര നമുക്ക് തുടരാം. സ്നേക്ക് പാർക്കിനപ്പുറത്ത് ഒരു പാലമുണ്ട്. ആ പാലത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പാലത്തിൻ്റെ വശങ്ങളിൽ നിന്ന് നോക്കിയാൽ ഡാം കാണാം. ഇവിടെ നിന്നും മുന്നോട്ട് കയറിയാൽ ഒരു ആൽമരമുണ്ട്. ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് വേണമെങ്കിൽ അല്പനേരം വിശ്രമിച്ച്, ഭക്ഷണം കൊണ്ടുവന്നവരാണെങ്കിൽ ഭക്ഷണം ഇവിടെ ഇരുന്ന് കഴിക്കാം. വർഷങ്ങളുടെ പഴക്കമുള്ള ആൽമരമാണ് അത്. അവിടെ നിന്നും വീണ്ടും നമ്മൾ പ്രകൃതി രമണീയമായ പച്ചപ്പ് വിരിച്ച പ്രദേശത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പം മുന്നോട്ട് പോയാൽ അവിടെ KTDC കാണാം. KTDC ആണ് നമ്മൾ ഇപ്പോൾ കടന്നത്. KTDCയുടെ തൊട്ടപ്പുറത്തുള്ള വലത്തോട്ടുള്ള വഴിയിലൂടെയാണ് നമുക്കിനി പോകേണ്ടത്. അതുവഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുനിപ്പുള്ളി റോഡാണ്. ഈ വഴിക്ക് ഒരു ബസ് മാത്രമേ ചില സമയങ്ങളിൽ ഉള്ളൂ. ബാക്കി ബസ്സുകൾ ഇല്ല. നമ്മൾ സ്വന്തം വണ്ടിയിലല്ല വന്നതെങ്കിൽ ഉദ്യാന കവാടത്തിൽ നിന്നും ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഒരു ഓട്ടോ വിളിച്ച് ഈ വഴിയിലൂടെ നമുക്ക് വരാവുന്നതാണ്. ഒരു കനാലിൻ്റെ അരികിലൂടെയാണ് ഈ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷിക്കാവശ്യമായ കനാൽ വെള്ളം ഇതിലൂടെ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വേണമെങ്കിൽ കനാലോരത്ത് അല്പനേരം വിശ്രമിച്ച് കനാൽ വെള്ളത്തിൽ മുഖം കഴുകി കൈകാല് കഴുകി കുറച്ച് നേരം ഇരുന്ന് വേണമെങ്കിൽ യാത്ര തുടരാം. ഇങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ്. ഈ പ്രദേശം വളരെ ശാന്തമായ അന്തരീക്ഷമാണ് ഉള്ളത്. നഗരത്തിൻ്റേതായ വാഹനങ്ങളുടെ ശബ്ദമോ വാഹനങ്ങളുടെ പുക ശ്വസിക്കുകയോ ഒന്നും വേണ്ട. ഏറ്റവും കൂടുതൽ മരങ്ങൾ ഉള്ളതിനാൽ നല്ല ഓക്സിജൻ നമുക്ക് ഇവിടെ ശ്വസിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും വലത്തോട്ടേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട വഴിയാണ്. ആ വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം ധാരാളം വീടുകളുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. വീടുകൾ ഉണ്ടെങ്കിൽ തന്നെ ശബ്ദങ്ങളോ ബഹളങ്ങളോ ഒന്നും തന്നെ ഇവിടെയില്ല. അന്തരീക്ഷത്തിൻ്റെ ശാന്തത നമുക്ക് ആസ്വദിക്കാനാവും. കണ്ടോ,
നല്ല വീടുകളുണ്ട്. ഈ പ്രദേശമാകെ ഹരിതാഭമാണ്. ഇപ്പോൾ വേനൽക്കാലമായതിനാൽ ചെടികളെല്ലാം ചിലത് ഉണങ്ങി നിൽക്കുന്നുണ്ട്. എന്നാൽ മഴക്കാലമായാൽ ഇതെല്ലാം പച്ച പരവതാനി വിരിച്ച പോലെ സുന്ദരമായി തല ഉയർത്തി നിൽക്കുന്ന ചെടികളെ കണ്ടുകൊണ്ട് നമുക്ക് ഇവിടേക്ക് പോകാൻ കഴിയും. അല്പദൂരം കൂടി പോയാൽ മതി, നമ്മളവിടെ എത്തും. ഇതാ അടുത്ത വീടാണ് നമ്മൾ പറഞ്ഞ കുന്നേൽ ഹോം സ്റ്റേ. ഇതാ എത്തിക്കഴിഞ്ഞു. ഇതിൻ്റെ സാരഥി ദിവാകരൻ ചേട്ടൻ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹമാണ് നമുക്ക് ഗേറ്റ് തുറന്നു തരുന്നത്. അദ്ദേഹം എല്ലായ്പ്പോഴും സേവന സന്നദ്ധനായി ഇവിടെ തന്നെ ഉണ്ടാകും. ഇവിടെ താമസിക്കുന്നവർക്ക് യാതൊരു കുറവുമില്ലാതെ, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ സുരക്ഷിതമായി താമസിക്കാൻ അദ്ദേഹം സർവത്ര പരിശ്രമിക്കുന്നുണ്ട്. അതും നടപ്പിലാവുന്നുമുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ മുറികൾ ഒന്ന് നടന്ന് കാണാം. ദിവാരേട്ടനാണ് നമുക്ക് ഈ മുറിയെല്ലാം കാണിച്ചു തരുന്നത്. AC, നോൺ AC എന്നിങ്ങനെയുള്ള മുറികൾ ഇവിടെയുണ്ട്. വളരെ കംഫർട്ടബിളായ മുറികളാണ്. ചാർജും അധികം ഈടാക്കുന്നില്ല. ബിസിനസ് എന്ന് ഉള്ളതിൽ ഉപരി നല്ലൊരു സേവനം കൂടിയാണ് ഇദ്ദേഹം ഇതിലൂടെ കാണുന്നത്. മലമ്പുഴയിലെ ഓഡിറ്റോറിയങ്ങളിലും കല്യാണ മണ്ഡപങ്ങളിലും ഹോട്ടലുകളിലെ ഓഡിറ്റോറിയങ്ങളിലും ഒട്ടേറെ പ്രോഗ്രാമുകൾ നടക്കാറുണ്ട്. പലപ്പോഴും ഇവിടങ്ങളിൽ വേണ്ടത്ര താമസ സൗകര്യം ലഭിക്കാറില്ല എന്ന് പറയുന്നു. കാരണം കുറച്ച് റൂമുകൾ മാത്രമുള്ളതുകൊണ്ട് കൂടുതൽ പേർ വന്നു കഴിഞ്ഞാൽ 3-4 ഹോട്ടലുകളിലായാണ് അവർ താമസ സൗകര്യം ഒരുക്കുന്നത്. എന്നാൽ അവർ എടുത്തിട്ടുള്ള ഓഡിറ്റോറിയത്തിലോ ഹോട്ടലുകളിലോ താമസ സൗകര്യം കുറവാണെങ്കിൽ ബാക്കിയുള്ളവരെ മുഴുവൻ കുന്നേൽ ഹോം സ്റ്റേയിൽ താമസിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ട്. ഇവിടെ കുടുംബസമേതം വരുന്നവർക്ക് സ്വന്തം വീട് പോലെ താമസിക്കാം. ആവശ്യമുള്ള ഭക്ഷണങ്ങൾ ആവശ്യാനുസരണം ഓർഡർ ചെയ്താൽ വാങ്ങി കൊണ്ടുവന്ന് കൊടുക്കുന്നു. മാത്രമല്ല, സ്വന്തം വീട് പോലെ ഇവിടെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കണമെങ്കിൽ അതിനുള്ള അടുക്കളയും സൗകര്യവും എല്ലാമുണ്ട്. ഇവിടെ പാചകം ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇതൊരു ഹോളാണ്. 50 പേർക്ക് ഇരുന്ന് മീറ്റിംഗ് കൂടുകയോ മറ്റോ ചെയ്യാവുന്നതാണ്. മാത്രമല്ല, സ്കൂളുകളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും ഗ്യാങ്ങായി വരുന്നവർക്ക് ഈ ഹാളിൽ കിടന്നുറങ്ങാനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കും. ആവശ്യമുള്ള ബെഡ് കൊടുക്കും. എല്ലാവർക്കും കൂട്ടമായി കിടന്ന് സംസാരിച്ച് ഉറക്കം വരുവോളം കഥകൾ പറഞ്ഞ് കിടന്നുറങ്ങണമെങ്കിൽ ഈ ഹാളിൽ കിടന്നുറങ്ങാവുന്നതാണ്. മുറികളിൽ കിടന്നുറങ്ങുന്നവർക്ക് മുറികളിൽ കിടന്നുറങ്ങാം. സ്കൂളുകൾ, ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിങ്ങനെ വിനോദസഞ്ചാരങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേക ഡിസ്കൗണ്ടോട് കൂടിയുള്ള പാക്കേജ് ഉണ്ട്. മുൻകൂട്ടി അറിയിച്ചാൽ ഇവിടെ തന്നെ ഭക്ഷണം പാകം ചെയ്യാൻ പാചകക്കാരനെ ഏൽപ്പിക്കുകയും വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ എന്ത് ഭക്ഷണമാണ് വേണ്ടത് എങ്കിൽ ആ ഭക്ഷണങ്ങൾ ഇവിടെ പാകം ചെയ്ത് കൊടുക്കുന്നതാണ്. അതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. തൊട്ടടുത്ത് ഒരു പുഴയുണ്ട്. ഈ പുഴയുടെ തീരത്ത് പോവുകയും പുഴയിൽ കുളിച്ച് ആസ്വദിച്ച്
മടങ്ങി വരികയും ചെയ്യാം എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്തുകൊണ്ടും ഇവിടെ താമസിക്കുക എന്നുള്ളത് വളരെ സന്തോഷകരവും മനസ്സിന് ആനന്ദകരവുമാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ സന്ദർശിച്ചാൽ തന്നെ അറിയാം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ സന്ദർശിച്ചു നോക്കൂ. ഇതിൻ്റെ മനോഹാരിതയും ആസ്വദിക്കൂ. ഇഷ്ടമായെങ്കിൽ വീണ്ടും വീണ്ടും വരൂ. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുമിത്രാദികളെയും ഈ സ്ഥാപനം പരിചയപ്പെടുത്തൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മൾ റൂമുകൾ കണ്ടു, ഹാള് കണ്ടു. മാത്രമല്ല ഇതിന് പുറത്ത് സൗകര്യവും ഉണ്ട്. ബാൽക്കണിയുണ്ട്. മട്ടുപ്പാവിലും നമുക്ക് ഓപ്പൺ എയറായി ഇരുന്ന് സംസാരിക്കാനുള്ള സൗകര്യമുണ്ട്. മുകളിലിരുന്ന് ചുറ്റുമുള്ള വീടുകളെ നമുക്ക് വീക്ഷിക്കാം. പ്രകൃതിദത്തമായ അന്തരീക്ഷത്തിലെ കാറ്റും ഏറ്റുകൊണ്ട് ഇവിടെ വേണമെങ്കിലും നമുക്ക് കിടന്നുറങ്ങാം. ഓപ്പൺ എയറാണ്. ചുറ്റും മരങ്ങളുണ്ട്, വീടുകളുണ്ട്. ഇവിടെ സൗഹൃദമായി കിടന്നുറങ്ങാൻ, സംസാരിക്കാൻ, അല്പനേരം എന്തെങ്കിലും കളിക്കാൻ, ചീട്ടുകളിയോ ക്യാരം ബോർഡോ ചെസ്സോ കളിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. പുറമേ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കിയിടാനുള്ള സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മുടെ വസ്ത്രങ്ങൾ നമുക്ക് വേണമെങ്കിൽ അലക്കിയിടാം. ഇതല്ല, വാഷിങ്ങിന് ഒരാളെ വേണമെങ്കിൽ അതും ഇവർ ഏർപ്പാടാക്കി തരും. അങ്ങനെ വാഷിങ് അവർ നടത്തിത്തരും. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ പ്രകൃതിദത്തമായ ഒരു ഹോം സ്റ്റേയാണ് കുന്നേൽ ഹോം സ്റ്റേ. വീട്ടിലെ ഡൈനിങ് ടേബിൾ പോലെ ഡൈനിങ് ടേബിളും കൗണ്ടറും എല്ലാമുണ്ട് ഇവിടെ. വരൂ, വന്ന് താമസിക്കൂ. ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഇതിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ചും മറ്റും ഇതിൻ്റെ സാരഥി ദിവാകരേട്ടൻ നിങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കും. എന്തൊക്കെയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഫെസിലിറ്റീസ്? ഒരു ടൂറിസ്റ്റ് വന്ന് ഇവിടെ ഹോം സ്റ്റേ താമസിക്കുകയാണെങ്കിൽ എന്തൊക്കെ തന്നെയാണ് ഉള്ളത്? ഇവിടെ നമ്മളിപ്പോൾ കൊടുക്കുന്നത് നമുക്ക് മൊത്തത്തിൽ 8 റൂമാണ്. 4 AC റൂം, 4 നോൺ AC. അതിൽ AC റൂം വേണ്ടവർക്ക് AC റൂം കൊടുക്കും. അതിൽ കുളിക്കാൻ ചൂടുവെള്ളം സഹിതം എല്ലാ സംവിധാനവും നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ മലമ്പുഴയിൽ നിന്ന് 1.5 കിലോമീറ്ററാണ്, മലമ്പുഴ എൻട്രൻസിൽ നിന്ന് 1.5 കിലോമീറ്ററാണ് കുന്നേൽ ഹോം സ്റ്റേയിലേക്കുള്ള ദൂരം. KTDCയുടെ അവിടെ നിന്നാണെങ്കിൽ കൃത്യം 1 കിലോമീറ്ററാണ് കുന്നേൽ ഹോം സ്റ്റേയിലേക്കുള്ള ദൂരം. ഇവിടെ വന്നവർ വന്ന് താമസിച്ച് സുഖമായിട്ട് 3 ബാൽക്കണിയുണ്ട്. ഈ ബാൽക്കണി ഇതെല്ലാം ഇവർക്ക് എൻജോയ് ചെയ്ത് കയറിയിരുന്ന് കാറ്റ് കൊണ്ട് ഒക്കെ ഉപയോഗിച്ച് മടങ്ങിപ്പോകാവുന്നതാണ്. അപ്പോൾ അതേമാതിരി തന്നെ നമ്മൾ ഈ വന്ന ഗസ്റ്റുകൾ എപ്പോഴും സേഫായിരിക്കും. നമ്മളിതിന് വീടിന് കംപ്ലീറ്റ് കവർ ചെയ്ത് ക്യാമറ നിൽക്കുന്നുണ്ട്. അപ്പോൾ വന്ന ഫാമിലിയൊക്കെ വന്ന ശരിക്കും സേഫ്റ്റി ആയിട്ട് തിരിച്ചു പോകാം, വിശ്വസിച്ച് താമസിച്ച് തിരിച്ചു പോകാവുന്ന രീതിയിലാണ് നമ്മൾ ഈ വീട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മലമ്പുഴയിലെ ഏറ്റവും ആദ്യത്തെ ഹോം സ്റ്റേ ലൈസൻസിങ് കുന്നേൽ ഹോം സ്റ്റേ ആണ്. നമ്മളാണ് ആദ്യം ലൈസൻസ് എടുത്തേക്കുന്നത്. പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് എല്ലാം എടുത്ത് വെച്ച് പക്ക പേപ്പർസ് ചെയ്താണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു റൂമിന് ഫാമിലി വന്നാലും മലമ്പുഴ വന്ന ടൂറിസ്റ്റുകൾ ഒരു ഫാമിലി വന്നിട്ട് ഒരു റൂം ചോദിച്ചാലും നമ്മൾ കൊടുക്കുന്നുണ്ട്, ഒരു റൂമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാ റൂമും വേണം, 10-50 പേര് വന്നാലും എല്ലാ റൂമും വേണമെങ്കിലും അങ്ങനെ നമ്മൾ പാക്കേജായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 50 പേര് വന്നാലും താമസിക്കാനുള്ള സൗകര്യം 2 ഹാളുണ്ട്. അതിൽ നമ്മൾ എക്സ്ട്രാ ബെഡ്, ബെഡ്ഷീറ്റ്, ഈ സംഗതികളെല്ലാം നമ്മൾ എക്സ്ട്രാ കൊടുക്കും അവർക്ക്. അപ്പോൾ അവർ പോകുന്നോടം വരെ അവരുടെ സേഫ്റ്റി നമ്മൾ നോക്കും. അതേമാതിരി ഗേറ്റ് കാര്യങ്ങൾ, വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എല്ലാം നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പരിസരത്തൊരു പുഴയുണ്ട്, അവിടെ കുളിക്കാൻ പോകാനും അവിടുത്തെ ഒരു 300 മീറ്റർ ദൂരം പോയ പുഴയുണ്ട്. ആ പുഴയിൽ കുളിച്ച് ഭംഗിയായിട്ട് വരാം. സൗകര്യങ്ങളുള്ള മേഖലയാണ്. ഏതെങ്കിലും സന്നദ്ധ സംഘടനകളോ അല്ലെങ്കിൽ അതുപോലത്തെ കോമൺ ആയിട്ട് വരുന്ന അവർക്ക് പ്രത്യേക പാക്കേജ് ഉണ്ട്. ആ ഡിസ്കൗണ്ട് പാക്കേജ് ഇത് നമ്മൾ അവരോട് സംസാരിച്ച് അവർക്ക് കൊടുക്കും. വേണ്ട എല്ലാ സഹായം നാളെ നമ്മുടെ അടുത്ത് വന്നം ആ രീതിയിൽ നമ്മൾ വേണ്ട അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കും. എല്ലാവർക്കും പ്രത്യേക പാക്കേജ് കൊടുക്കും. മൊത്തത്തിൽ വീടെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേക പാക്കേജ് കാര്യങ്ങൾ. പിന്നെ ഫുഡ് ആണെങ്കിൽ ഫുഡ് എത്തിച്ചു കൊടുക്കണമെങ്കിൽ ഫുഡ് എത്തിച്ചു കൊടുക്കും. ഇനി കുക്ക് ചെയ്യാൻ പറ്റിയതാണെങ്കിൽ അങ്ങനെ നമ്മൾ അടുക്കള സഹിതം വിട്ടു കൊടുക്കും പാചകം ചെയ്യാനായിട്ട്.
ഒരു ഫാമിലി വരികയാണ് എന്ന് വിചാരിക്കുക. അപ്പൊ ആ ഫാമിലിക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കാം. അത് ഇവിടെ ഉണ്ടാക്കാം. അവർക്ക് ഉണ്ടാക്കാൻ താല്പര്യമാണെങ്കിൽ അവർക്ക് ഉണ്ടാക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് സാധനം വിശ്വസിച്ച് കഴിക്കാവുന്ന രീതിയിൽ സാധനം ഇവിടെ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം. 2 ചോയ്സും അവർക്ക് ഉപയോഗിക്കാം. വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം, ഇല്ലെങ്കിൽ വരുത്തി നമുക്ക് വിശ്വസ്തമായ കടയുണ്ട്, അവിടെ നിന്ന് എത്തിച്ചു കൊടുക്കും. ഇനി ഒരു കുക്കിനെ ഇവിടെ വെച്ചിട്ട് അവർക്ക് പാകം ചെയ്ത് കൊടുക്കാവുന്ന സംവിധാനം ഇവിടെ ഉണ്ടോ? അങ്ങനെയുണ്ട്. അങ്ങനെ നമുക്ക് കുക്കിനെ വെച്ചിട്ട് ഒരു പാചകം ചെയ്യണമെങ്കിൽ അതിൻ്റെ ചിലവ് അവർ വാങ്ങിക്കണം, കുക്കിൻ്റെ ശമ്പളം കൊടുക്കണം. അങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ ഒരു ഫുള്ളായിട്ട് വീട് എടുക്കുവാണെങ്കിൽ അങ്ങനെ നേരത്തെ ബുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അങ്ങനെ അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു കുക്കിനെ ഇവിടെ നിയമിക്കും. പിന്നെ ആവശ്യമുള്ള അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഭക്ഷണത്തിന് ആവശ്യമുള്ള ഭക്ഷണത്തിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടുവരും. എല്ലാം ചെയ്ത് സുഖമായിട്ട് ഇവിടെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാം. അങ്ങനെ ഇരുന്ന് കഴിക്കാനുള്ള 2 ടേബിൾ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കസേര ഒക്കെ ഉണ്ട്. ഭക്ഷണം ഇരുന്ന് കഴിക്കാം. വീട്ടിലെ പോലെ സാധനങ്ങൾ സ്വന്തം വീട് വരെ സ്വന്തം വീട് പോലെ നമുക്ക് ഇവിടെ ഉപയോഗിച്ച് പോവാം. ഞാനിത് വീട് ചെയ്താണ്, ഹോം സ്റ്റേക്ക് ചെയ്തതല്ല. അത്രയ്ക്ക് പൈസ മുടക്കി ഹോം സ്റ്റേ ആയിട്ട് ഇപ്പം നമ്മൾ ഉപയോഗിക്കാതെ വീട് അടച്ചിട്ടപ്പോൾ നമ്മൾ ലൈസൻസ് എടുത്ത് ചെയ്യുന്നു. പക്ക വീട് മാതിരി ചെയ്തേക്കുന്ന ഇതാണ് നമ്മളിത് ഹോം സ്റ്റേക്കാണ് ഇത്ര പൈസ മുടക്കിയൊന്നും വീട് ചെയ്യേണ്ട. നമ്മളിത് വീട് ചെയ്യുന്നു. നാളെ നമുക്കിത് വീടായിട്ടായാലും ഉപയോഗിക്കേണ്ടതെന്ന് ഉപയോഗിക്കണം. അപ്പോൾ വന്നവർക്ക് സ്വന്തം വീട് മാതിരി ഇത് ഉപയോഗിക്കാം. ആ രീതിയിൽ കൊണ്ടുനടക്കാം. നമുക്ക് മലമ്പുഴയിൽ കല്യാണ ആവശ്യങ്ങൾക്ക് വന്നവർക്ക് ഹോട്ടലുകളിലും കല്യാണ മണ്ഡപങ്ങളിലും കല്യാണത്തിന് വന്ന ആൾക്കാർക്ക് റൂം കിട്ടാതെ വന്നുണ്ടെന്നുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് താമസിക്കാനുള്ള സൗകര്യം നമ്മളിവിടെ കുന്നേൽ ഹോം സ്റ്റേയിൽ കൊടുക്കുന്നതാണ്. നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്താൽ അവർക്ക് റൂം ഉറപ്പായിട്ടും 19 പേര് വരെ നിന്ന് താമസിക്കാവുന്ന സംവിധാനം നമുക്കിവിടെ ഉണ്ട്.